2 മക്കബായർ 13 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യോക്കസ് യൂപ്പാത്തോർ യൂദയ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്ന 149 ആണ്ട് യൂദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി. അന്ത്യോക്കസിന്റെ രക്ഷകർത്താവും ഭരണ ചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു. ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട 1,10,000 കാലാൾപ്പടകളും 5,300 കുതിരപ്പടയാളികളും 22 ആനകളും കത്തിഘടിപ്പിച്ച 300 രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു. മെനേലാവോസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു. രാജ്യനന്മയുള്ള താല്പര്യത്താലല്ല, സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്ത്യോക്കസിന്റെ ക്രോധമുണർത്തി. ഇവരാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി. അവിടെ 50 മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട്. ഏതു വശത്തു നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കുത്തനെ വീഴ്ത്താനാവുന്ന ഒരു യാന്ത്രിക ചക്രം അതിനെ ചുറ്റും പിടിപ്പിച്ചിരിക്കുന്നു. ദേവാലയ ധ്വംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവൻ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു. ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനേലാവോസ് വിധിക്കപ്പെട്ടത്. ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല. ഏത് ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ, ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനേലാവോസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചും നീതിയുക്തമാണ്. രാജാവ് കൊടിയ ഗർവോടെ തന്റെ പിതാവിന്റെ വളത്ത് നടത്തിയതിനാൽ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞു. ഇത് കേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സതിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്ത് തുടങ്ങുന്നങ്ങൾ ദൈവദൂഷകരായ വിജാതിയുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപ്പകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു. അവർ ഒന്നു ചേർന്ന് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് 3 ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു. അതിനുശേഷം യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു. ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജസൈന്യം യൂദയിലെത്തി. നഗരം കീഴടക്കുന്നതിന് മുൻപ് പുറത്തേക്ക് കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു. അങ്ങനെ തീരുമാനം ലോകസൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതു നന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപവസിച്ചിട്ട് മൊദേദയിന് സമീപം പാളയമടിച്ചു. ദൈവത്തിൻ്റെ വിജയമെന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകി. തുടർന്ന് അതിധീരന്മാരായ യുവ സൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും 2000 പേരെ പാളയത്തിൽ വെച്ച് തന്നെ വിധിക്കുകയും ചെയ്തു. മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു. പാളയത്തിലുടനീളം ഭീതിയും അങ്കാലപ്പം പരത്തിയിട്ട് വിജാതീയങ്ങളുമായി അവർ മടങ്ങി. യൂദാസിന് കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു. യഹൂദരുടെ നിർഭയത്വവും അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവൻ അവരുടെ ശക്തിദുർഗമായ ബേത്സുറിൻ്റെ നേരെ നീങ്ങി. എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു. അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടങ്ങുകയും ചെയ്തു. കാവൽ സേനയ്ക്ക് ആവശ്യകമായതെല്ലാം യൂദാസ് എത്തിച്ചു കൊടുത്തു. എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റൊദേഗോസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തു. അവനെ അവർ അന്വേഷിച്ച് പിടിച്ച് കാരാഗൃഹത്തിലാക്കി. രാജാവ് വീണ്ടും ബേത്സൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു. വീണ്ടും യൂദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു. എന്നാൽ പരാജയപ്പെട്ടു. താൻ ഭരണ ചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യോക്യയിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ പരിഭ്രാന്തി പൂണ്ട് യഹൂദരെ വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് ശബ്ദം ചെയ്തു. അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു. അവൻ മക്കബേയൂസിനെ അംഗീകരിക്കുകയും ഹഗേമൊദിയോസിനെ ഡോളമായിസ് മുതൽ ഗരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ഡോളമായിസിലേക്ക് പോയി. അവിടുത്തെ ജനം ഉടമ്പടിയുടെ പേരിൽ ക്രൂരനായിരുന്നു.
അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നുവരെ അവർ കോപം പൂണ്ടാവശ്യപ്പെട്ടു. എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങി. അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമനസ്യം നേടി. അനന്തരം അവൻ അന്ത്യോക്യയിലേക്ക് പുറപ്പെട്ടു. ഇപ്രകാരമായിരുന്നു രാജാവിൻ്റെ ആക്രമണവും പിൻവാങ്ങലും. 2 മക്കബായർ 14-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. 3 കൊല്ലത്തിന് ശേഷം സെലൂക്കസിൻ്റെ പുത്രൻ ദമേത്രിയോസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽ പടയോടും കൂടെ ത്രിപ്പോളീസ് തുറമുഖത്തെത്തിയിരിക്കുന്നത് എന്ന് യൂദാസും അനുചരന്മാരും കേട്ടു. അവൻ അന്ത്യോക്കസിനെയും അവൻ്റെ രക്ഷകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു. പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ഛിദ്രത്തിൻ്റെ കാലത്ത് സ്വമനസ മലിനായി തീർന്ന അൽക്കീമൂസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി. അവൻ 159-ാം ആണ്ട് ദമേത്രിയോസ് രാജാവിൻ്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു സ്വർണ്ണമകുടവും ഈന്തപ്പന കൈയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശേഖരവും സമ്മാനിച്ചു. അന്നേ ദിവസം അവനൊന്നും സംസാരിച്ചില്ല. എന്നാൽ ദമേത്രിയോസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താല്പര്യങ്ങളെക്കുറിച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ചും ആരായുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു. അവൻ പറഞ്ഞു, യൂദാസ് മക്കബയൂസിന്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹമുണ്ട്. അവരാണ് യുദ്ധവും കലാപവും നടത്തുന്നത്. രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല. അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി, പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് സഹപൗരന്മാരെക്കുറിച്ചുള്ള ശ്രദ്ധ. ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരവാദപരമായ പ്രവർത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണിരിക്കുന്നു. കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവെ, അങ്ങേക്ക് എല്ലാവരോടുമുള്ള ദയവായ്പ ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ. യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല. അൽക്കീമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യൂദാസിന്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദമേത്രിയോസിന്റെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു. യൂദാസിനെ വധിച്ച് അവന്റെ അനുയായികളെ ചിതറിക്കാനും മഹത്തായ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതനായ അൽക്കീമൂസിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദമേത്രിയോസ് യൂദയായുടെ ഭരണകർത്താവായി നിയമിച്ചു. യൂദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂദയായിലെങ്ങുമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനോറിന്റെ പക്ഷം ചേർന്നു. നിക്കാനോറിന്റെ വരവും വിജാതിയുടെ ഒരുമിച്ച് കൂടലും അറിഞ്ഞ യഹൂദജനം ശിരസിൽ പൂഴി വിതറുകയും തൻ്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുവാനും ആയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നേതാവിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസാവ് എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി. യൂദാസിന്റെ സഹോദരൻ ഷിമയോൻ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിൻ്റെ അപ്രത്യക്ഷമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തത്കാലത്തേക്ക് തടഞ്ഞു നിർത്തി. യൂദാസിന്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തച്ചൊരിച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു. സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസീദോനിയോസ്, തെയോദോദോസ്, മഥാതിയാസ് എന്നിവരെ അവരുടെ അടുക്കലേക്ക് അയച്ചു. വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു. എല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി. അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു. ഇരു സൈന്യത്തിൽ നിന്ന് ഓരോ രഥം മുൻപോട്ട് വന്നു. പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിലെ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു. സമ്മേളനം യഥോചിതം നടന്നു. നിക്കാനോർ ജെറുസലേമിൽ താമസം തുടർന്നു. അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല. മാത്രമല്ല, തൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു. അവൻ യൂദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഗാഢമായ സൗഹൃദം പുലർത്തി.
വിവാഹം ചെയ്യാൻ യൂദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യൂദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥത ജീവിതം നയിച്ചു. എന്നാൽ അവരുടെ സൗഹൃദം കണ്ട അൽക്കീമോസ് ഉടമ്പടി പത്രികയും കൊണ്ട് ദെമേത്രിയോസിന്റെ അടുത്തെത്തി. നിക്കാനോർ രാജദ്രോഹിയായ യൂദാസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ആ നീചന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ക്ഷുബന്ധനും കോപാഗ്രന്തനുമായി. ഉടമ്പടിയിൽ താൻ അസന്തുഷ്ടനാണെന്നും ഉടമ്പടി മക്കബെയൂസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യോക്യയിലേക്ക് അയക്കണമെന്നും നിക്കാനോറിന് കൽപ്പന അയച്ചു. സന്ദേശം ലഭിച്ച നിക്കാനോർ യൂദാസ് ഒരു തെറ്റ് ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധാക്കുവേണ്ടിയിരിക്കുന്നതോർത്ത് അസ്വസ്ഥനായി. രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവം രാജ്യകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തു. നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നുവെന്നും അവൻ്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കർക്കശത്തോടും കൂടിയാണെന്നും മക്കബെയോസ് കണ്ടു. അത് ദുരുദ്ദേശപരമായി എന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ അനുയായികളിൽ ഒട്ടേറെ പേരുടെ കൂടെ ഒളിവിൽ പോയി. യൂദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു. അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി. അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരുടെ അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു. അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെയെന്നറിയില്ലെന്ന് അവൻ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശബ്ദപൂർവ്വം ആക്രോശിച്ചു. യൂദാസിനെ ബന്ധസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിലും ഈ ദേവാലയം നശിപ്പിച്ച ബലിപീഠം ഞാൻ തകർക്കും. തത്സ്ഥാനത്ത് ദിയോനിയോസിന് ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും. ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെ എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: സകലത്തിൻ്റെയും നാഥ, ഒന്നിൻ്റെയും ആവശ്യം അങ്ങേക്കില്ല. എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരു ആലയം ഉണ്ടാകാൻ അങ്ങ് മനസ്സായി. സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. ജെറുസലേമിലെ ശ്രേഷ്ഠന്മാരിലൊരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസിസിനെ കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിന്റെ മുൻപാകെ കുറ്റാരോപണം നടത്തി. വിജാതീയരുമായി ഒരു സംസർഗവുമില്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദ വിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണതപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസിസ്. നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് 500-ലധികം പടയാളികളെ അയച്ച് റാസീസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു. യഹൂദർക്കത് അഗാധമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്നുള്ള ഘട്ടത്തിലായി. അവർ അങ്കണ കവാടത്തൊടുത്തു. വാതിലുകൾ തീ വയ്ക്കാൻ ഉത്തരവും നൽകപ്പെട്ടു. അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസിസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു. പാപികളുടെ കരങ്ങളിൽ പതിച്ച തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി. സൈന്യം വാതിലുകളുടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു. അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വിരോചിതമായി ചാടി. പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി. അങ്ങനെ ഒഴിഞ്ഞു കിട്ടിയ സ്ഥലത്ത് അവൻ വീണു. അവൻ എന്നിട്ടും മരിച്ചില്ല. കോപം ജ്വലിച്ച് അവൻ എഴുന്നേറ്റു. കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി. സൈന്യത്തിലൂടെ അവൻ പാഞ്ഞു ചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറി. രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു. ഇരു കൈകൾ കൊണ്ടും തൻ്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവന്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ പടയാളികളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ വിധമായിരുന്നു അവൻ്റെ മരണം.